ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കത്താൻ സാരീസ്. അപ്പൊ നമുക്ക് ആ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി പ്രീ ബുക്കിംഗ് ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഈ ഒരു സാരീസ് നമുക്ക് ഒത്തിരി സെയിലായതാണ്. ഇപ്പൊ ബ്രൈഡ്സ് ആണെങ്കിലും ബ്രൈഡ്സിന്റെ സിസ്റ്ററും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പാർട്ടി വെയർ സാരി ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി എൻഗേജ്മെന്റിന് വേണ്ടിയൊക്കെ ബ്രൈഡും അതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു സാരീസിൽ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രീ ബുക്ക് ചെയ്തും ഈ ഒരു സാരീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഷെയ്ഡ്സ്. ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്നത് 2 ഷെയ്ഡ്സ് മാത്രമേ നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രീ ബുക്ക് ചെയ്ത് വരുന്ന മിക്കവാറും നമ്മൾ സ്റ്റോക്ക് വരും അന്നേരം തന്നെ ഡിസ്പാച്ച് ചെയ്യുക ചെയ്യാറ്. പ്രത്യേകിച്ചും ഈ ഒരു ഫംഗ്ഷൻ വേണ്ടിയൊക്കെ വരുമ്പോഴത്തേന് അവർക്കൊരു ടൈമിനുള്ളിൽ കിട്ടേണ്ടത് കൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ഡിലേ ആക്കാറില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള 2 കളേഴ്സ് നമ്മൾ കാണിക്കുവാണ്. ഒരു പാറ്റേൺ ആയിട്ട് കണ്ടാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കളേഴ്സ് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ പ്രീ ബുക്ക് ചെയ്താൽ അത് പ്രകാരം നമുക്ക് വരുത്തി തരാനായിട്ടും പറ്റും. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഷെയ്ഡ്സ് നമുക്ക് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു റെഡ് ഷെയ്ഡ്, നല്ല ബ്രൈറ്റ് റെഡ് ഷെയ്ഡിൽ വരുന്ന കത്താൻ സാരി. നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ കാണിച്ചപ്പോഴും നമുക്കൊരു റെഡ് ഷെയ്ഡ് തന്നെയായിരുന്നു നേരത്തെ നമ്മൾ കാണിച്ചത്. അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ ചെറിയ ഡിഫറൻസ് ഒക്കെ ആ ഒരു സാരിയിൽ നിന്ന് ഈ ഒരു സാരിക്ക് വന്നിട്ടുണ്ട്. എന്നാലും നല്ല ഫുൾ ബോഡിയിലും ഫ്ലോറൽ പാറ്റേൺ ആയിട്ടുള്ള വീവിങ് വന്നിരിക്കുന്ന കത്താൻ വീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ട്രഡീഷണൽ വീവ് ആണ്. അത്രയും നല്ല റിച്ച് ആയിട്ടുള്ള ട്രഡീഷണൽ വീവ് ആണ്. പണ്ടൊരു മുഗൾ ആ ഒരു സമയം തൊട്ട് നമുക്ക് ആ ഒരു കത്താൻ വീവ്സ് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും ആൾക്കാർ കത്താൻ വീവ്സ് ഭയങ്കരമായിട്ട് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു കളക്ഷനാണ്. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു കത്താൻ വീവ്സ് സാരീസ് വന്നിരിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ബ്രൈഡ്സിനാണെങ്കിലും ഒരു എൻഗേജ്മെന്റിനൊക്കെ ഉടുക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതും ഈ ഒരു ബഡ്ജറ്റിൽ ഒരു എൻഗേജ്മെന്റ് സാരി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും വർത്തി ആയിട്ടുള്ള സാരിയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്നതും നമ്മുടെ ബോഡി ഷേപ്പിന് ഒതുങ്ങി കിടക്കുന്നതും നമ്മൾ ആക്സസറീസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ലുക്ക് തരുന്നതുമായിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ കളർ ആണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് നമ്മുടെ ഒരു കോംപ്ലക്ഷനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പോലത്തെ നല്ലൊരു കളറാണ്. ഇതിനകത്ത് നമുക്ക് ഫുൾ ബോഡിയിലും ഇതുപോലത്തെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ബോർഡറിൽ വരുമ്പം ചെറിയൊരു ഡിഫറൻസിൽ ആ ഒരു ഫ്ലോറൽ പാറ്റേൺ കുറച്ചും കൂടി ഒരു ചെറിയ ഡിഫറൻസിൽ വരുന്ന പോലെ ഇതിലൊരു ചെറിയ ബോർഡേഴ്സ് പോലെ വരുന്നുണ്ട്. ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര ഒരു ബ്രൈറ്റ് ഒരു യെല്ലോയിഷ് ഗോൾഡൻ ഷെയ്ഡിലുള്ള വീവ് അല്ല ഇതിൽ വന്നിരിക്കുന്നത്. ആ ഒരു കോപ്പർ ഷെയ്ഡിലൊക്കെ വരുന്ന പോലത്തെ ഒരു വീവ് ഇതിനകത്ത് ഈ ഒരു കത്താൻ വീവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റെഡ് കളറിന്റെ ബ്രൈറ്റ്നസ്സും ഈ ഒരു വർക്കിന്റെ എലഗൻസും ഒക്കെ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തന്നെ വരും. ഇതിന്റെ കൂടെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ പെയർ ചെയ്താൽ നല്ല ഹൈലൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും, ബ്രൈഡ്സിനല്ല ഇനിയിപ്പം കല്യാണത്തിനൊക്കെ തന്നെയാണെങ്കിൽ ബ്രൈഡ്സിന്റെ സിസ്റ്റേഴ്സിനോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും ഈവൻ പാരൻസിനൊക്കെ ആണെങ്കിൽ പോലും ഉടുക്കാനായിട്ട് പറ്റുന്ന പോലത്തെ കാഞ്ചീപുരം സാരീസിനൊക്കെ ഒപ്പം നിൽക്കുന്ന പോലത്തെ നല്ലൊരു കളക്ഷൻ സാരിയാണ്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു സാരിക്ക് വരുന്നത് 3200 റുപ്പീസേ ഉള്ളൂ. അത് നമുക്ക് നേരത്തെ വന്നതിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഈ ഒരു പ്രൈസിൽ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു 3000 റേഞ്ചിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാരി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഒരു കാഞ്ചീപുരം സാരിയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഡിസൈനും വർക്കുമാണ്. അതുപോലെ അത്രയും ഹെവി സാരിയുമല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ ഇതിന്റെ മുന്താണി പോർഷൻ ഈ വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു വ്യൂ വരുന്ന പോലെ ഇതിന്റെ മുന്താണി പോർഷനും വന്നിരിക്കുന്നത്. എൻഡിൽ നമുക്ക് ചെറിയ ടാസിൽസും ഒക്കെ വന്ന് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് വന്നിരിക്കുന്ന പോലത്തെ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഇതിന്റെ കളർ ആണെങ്കിലും ആ ഒരു നല്ല ഭംഗിയുള്ള കളറാണ്. ഇതിന്റെ ബ്ലൗസ് വരുമ്പം പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസിൽ ബോർഡേഴ്സ് വരുന്ന പോലെ ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഈ ഒരു ബ്ലൗസിൽ പ്ലെയിൻ ഇതുപോലത്തെ ബോർഡേഴ്സ് വരുന്ന പോലെ ഈ ഒരു ബ്ലൗസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യിക്കണമെങ്കിലും ഈ ഒരു ബ്ലൗസിൽ നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നെക്ക് പോർഷനിലാണെങ്കിലും സ്ലീവ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ ബീഡ് വർക്ക്സ് ഒക്കെ ആഡ് ചെയ്യാനാണെങ്കിലും ഈ ഒരു ബ്ലൗസിൽ നന്നായിട്ട് പറ്റും. ഫുൾ ഹെവി വർക്കുള്ള ബ്ലൗസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് കൂടുതൽ ആരി വർക്കൊക്കെ ചെയ്താൽ അത്രയും എളുപ്പമുണ്ടാകത്തില്ല. പക്ഷെ ഇതിനകത്താകുമ്പോൾ നമ്മൾ നല്ല ആരി വർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ബ്ലൗസും കാണാൻ നല്ല റിച്ച് ലുക്കായിരിക്കും. അതുപോലെ ഇത്രയും ഫുൾ ബോഡിയിൽ വർക്കുള്ള സാരി ഉടുത്ത് വരുമ്പോഴത്തേന് ഫോട്ടോസിലൊക്കെ ആണെങ്കിലും നല്ലൊരു ബ്രൈറ്റ് ലുക്ക് നമുക്ക് കിട്ടും. ഇപ്പൊ ഈ ഒരു സാരിയുടെ ഒരു ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേവി ബ്ലൂ ഉണ്ടായിരുന്ന ഷെയ്ഡാണ്.
ഇപ്രാവശ്യം നമ്മൾക്ക് ഈ പറഞ്ഞ ഏറ്റവും നമുക്ക് ഡിമാൻഡ് കൂടിയ ഷെയ്ഡ്സ് മാത്രമേ നമ്മൾ ഒന്നിൽ കൂടുതൽ പീസസ് എടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ 2 ഷെയ്ഡ്സ് നമ്മൾ ഇത്രയും സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്, നമുക്ക് ആ റെഡിൽ കാണിച്ച സെയിം ഡിസൈൻ തന്നെയാണ്, നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു കോപ്പർ കളറിലെ കത്താൻ വീവ്സ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ട്രഡീഷണൽ വീവ്സ് ആയതുകൊണ്ട് തന്നെ അത് നല്ല ഫിനിഷിങ് ലുക്ക് ഉണ്ട്. അതുപോലെ ഇത് കൂടുതലും ഈ നമുക്ക് വരുന്നത് ഈ ഹാൻഡ് വീവിങ് ആ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു സാരീസിന്റെ ഇതിന്റെ ബാക്ക് സൈഡാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ബാക്ക് സൈഡ് നോക്കി എത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ഈ സാരിയുടെ ബാക്ക് സൈഡ് പോലും വന്നിരിക്കുന്നത്. ഉണ്ടോ, അത്രയും ഇതിന്റെ ബാക്ക് സൈഡാ കേട്ടോ, സാരിയുടെ നല്ല വശമല്ല, ഇതിന്റെ ബാക്ക് സൈഡാ. അത്രയും ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന വീവ്സ് ആയത്. നല്ല ഭംഗിയുള്ള സാരി, ഞാൻ പറഞ്ഞില്ല നല്ല കനം കുറഞ്ഞ സാരി. അതുകൊണ്ടോ ഒട്ടും കനവും ഇല്ല, നല്ല സോഫ്റ്റും ആണ്. അതുപോലെ ഫുൾ ബോഡിയിൽ ഇത്ര സാധാരണ നമുക്ക് ഇത്രയും ഫുൾ ബോഡി വീവിങ് ഒക്കെ വരുമ്പോൾ സാരി ഇങ്ങനെ തൂങ്ങുകയും നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ നല്ല പ്യുവർ കാഞ്ചീപുരം ഒന്നും അല്ലെങ്കിൽ ആ ഒരു ലുക്ക് വരത്തില്ല. പക്ഷെ നമുക്ക് ഒരു പ്യുവർ കാഞ്ചീപുരം സാരിയുടെയൊക്കെ പ്യുവർ ലുക്ക് വരുന്നത് പോലെ ഈ ഒരു 3000 ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സാരിയാണ് കത്താൻ സാരി. ഇതിലും വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസിൽ ഇതുപോലത്തെ ബോർഡേഴ്സ് വെച്ചിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഞാൻ ഓൾറെഡി മറ്റേ സാരിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് ആരി വർക്കൊക്കെ ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി. ഫുൾ ബോഡി ഉടുത്ത് വരുമ്പോഴത്തേനും ഈ ഒരു വർക്ക് ഫ്ലോറൽ വർക്കൊക്കെ ആയതുകൊണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷ് ലുക്ക് ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും, അതായത് ബ്രൈഡ്സിനോ ബ്രൈഡ്സ് മെയ്ഡ്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ ഒക്കെ ഗിഫ്റ്റിംഗ് ആയിട്ടാണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സാരിയാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു കല്യാണ സീസൺ ഒക്കെ തീർന്നു വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ സാരീസ് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ ഇതിന്റെ 2-3 ഷെയ്ഡ്സ് കൂടെ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബോട്ടിൽ ഗ്രീൻ ആണെങ്കിലും അതുപോലെ ഒരു മജന്ത ഷെയ്ഡൊക്കെ ആണെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ബ്രൈഡ്സ് ഇത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിച്ച് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം ഈ 2 ഷെയ്ഡ്സ് നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ട്, അതായത് നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3200 റുപ്പീസ് ആണ്. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.